ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്സാമും നോമ്പുള്ള ഒരു ദിവസത്തിലത്തെ റുട്ടീനാണ്. അപ്പോൾ എല്ലാവരുടെയും എക്സാമൊക്കെ കഴിഞ്ഞെന്ന് തോന്നണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എക്സാമുള്ള ഒരു ദിവസം എടുത്ത് വെച്ചതാണ്. അപ്പോൾ എക്സാമുള്ള ദിവസങ്ങളിൽ നമ്മൾ രാവിലെയും നോമ്പ് തുറക്കാൻ പോണ ഉച്ചക്കുമായിട്ടാണ് നമ്മൾ പഠിക്കാറ്. ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ്, ളുഹർ നിസ്കരിക്കുന്നതിന് ശേഷമാണ് പഠിക്കാൻ സമയം കൂടുതൽ കിട്ടാറ്. അപ്പോൾ നമ്മൾ അപ്പോഴാണ് കൂടുതൽ പഠിക്കാറ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ അത്താഴം കഴിക്കണേണ്. അപ്പോൾ ഇന്ന് അത്താഴത്തിന് പത്തിരിയും മട്ടൻ കറിയുമാണ്. അപ്പോൾ നമ്മൾ മട്ടൻ ചാപ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അത്താഴം കഴിക്കണേണ്. അങ്ങനെ അത്താഴം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വെള്ളം കുടിക്കുന്നതാണ്. വെള്ളവും ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ ബാങ്ക് കൊടുക്കാറാക്കും. അങ്ങനെ നമ്മളിപ്പോൾ വെള്ളം കുടിക്കണേനും അങ്ങനെ ബാങ്ക് കൊടുത്ത് അപ്പോൾ സുബഹി നിസ്കരിക്കാൻ നിൽക്കണേ കേട്ടോ. സുബഹിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ കൊടുക്കുന്നത് ളുഹറിനാണ്. ഇന്ന് കുറച്ച് എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ നമ്മൾ ളുഹറിനൊക്കെ നിസ്കരിച്ച് പിന്നെ കുറച്ച് നേരം ഖുർആൻ ഓതാനും ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഖുർആനൊക്കെ ഓതിക്കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലാ ദിവസവും പഠിക്കാറ്. അപ്പോൾ ഖുർആനും കുളിച്ചൊക്കെ ഫ്രഷായി കഴിയുമ്പോൾ ഒരു പ്രത്യേക മൈൻഡാണ്. പഠിക്കുമ്പോൾ പെട്ടെന്ന് തലയിൽ കയറണ പോലെ തോന്നും. അപ്പോൾ നമുക്ക് നാളത്തെ എക്സാം ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദിയാണ് നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോണത്. അങ്ങനെ നമ്മൾ ഖുർആനൊക്കെ ഓതിക്കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കുറച്ച് നേരം ഹിന്ദി ക്ലാസ് കാണുകയാണ്. അപ്പോൾ എനിക്ക് സാധാരണ ഹിന്ദി ഒരിത്തിരി ടഫാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഹിന്ദി ക്ലാസ്സൊക്കെ കണ്ടിട്ടാണ് പഠിക്കാറ്. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ എക്സാമിനറാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് കാണാൻ പോണേണ്. ഞാൻ രാത്രി എനിക്ക് ലൈവ് കാണാൻ പറ്റാറില്ല. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിരുന്ന് കാണും. രാത്രി തറാവീഹ് പോണ സമയത്തായിരിക്കും ക്ലാസ് ലൈവ്. അപ്പോൾ ആ സമയത്ത് കാണാറില്ല. അപ്പോൾ ഞാൻ രാത്രി ഒരിച്ചിരി നേരം കാണും, അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിരുന്ന് കാണും. ചില സമയത്തിന് രാവിലെ നേരത്തെ എഴുന്നേറ്റിരുന്ന് കാണാറുണ്ട്. ഇത്ര ലേറ്റ് ആവാറില്ല. ഇന്ന് എഴുന്നേറ്റത് ഒരിച്ചിരി ലേറ്റായിപ്പോയി. അങ്ങനെ നമ്മൾ അസർ നിസ്കരിക്കാൻ പോണേണ്. ക്ലാസ്സൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി കണ്ടിട്ടൊക്കെയാണ് നമ്മൾ അസർ നിസ്കരിക്കാൻ പോണത്. അങ്ങനെ അസറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്കിരിക്കണേണ്. ജോലി വലുതായിട്ടൊന്നുമില്ല. എനിക്ക് മെയിനായിട്ട് ഫ്രൂട്ട്സ് അരിയലാണ്. അപ്പോൾ ഞാനാണ് ഷമാം ജ്യൂസ് എല്ലാ ദിവസവും അടിക്കണത് ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഷമാം അരിയണേണ്. പിന്നെ വാട്ടർമെലണും ഉണ്ടായിരുന്നു ഇന്ന് അരിയാൻ. വലിയ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ആദ്യമേ അരിഞ്ഞ് വെക്കണേണ്. നമ്മൾ വാട്ടർമെലൺ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഷമാം ചെറുതാക്കി അരിയണേണ്. പപ്പായയും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ പപ്പായയുടെ തൊലി ഭയങ്കര കട്ടിയായതുകൊണ്ട് ഞാൻ അരിഞ്ഞിലും ഉമ്മച്ചി അരിയാന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള ഷമാം ചെറുതാക്കി കട്ട് ചെയ്ത് കൊണ്ടിരിക്കണേണ്. അങ്ങനെ ഷമാം നമ്മൾ ഫുൾ അരിഞ്ഞ് കഴിഞ്ഞ് ഇനി നമുക്ക് ആ ബാക്കിയുള്ള വാട്ടർമെലൺ അരിയാം. ഇത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് അരിയണത്. ഈ വാട്ടർമെലൺ കണ്ടാൽ തന്നെ മനസ്സിലാവും നിറച്ച് വെള്ളയാണ്. വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അരിയണേണ്. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഫുള്ള് അരിഞ്ഞ് കഴിഞ്ഞ് ഇനി നമുക്ക് ആ ഷമാം നമുക്ക് ജ്യൂസ് അടിക്കാം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഷമാം ജ്യൂസ് അടിക്കണ പോലെ തന്നെയാണ് ഇന്നും അടിച്ചേക്കണത്. ഷമാമും വെള്ളം പഞ്ചസാര ഇട്ടിട്ട് അടിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിന്നും ചെയ്യാൻ പോണാണ്. അതിൽ ഇപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജ്യൂസറിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മളിനി ജ്യൂസറിൽ അടിക്കാൻ പോണാണ്. ഇതിലാകുമ്പോൾ നമുക്ക് ഒരിച്ചിരി കൂടി സിമ്പിളാണ്.
ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും ജ്യൂസ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മച്ചി ചെയ്യണത് ഇങ്ങനെ നോക്കിയേക്കും. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ബ്രിഞ്ചാളായിരുന്നു. ബ്രിഞ്ചാളും പഴംപൊരി ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിഞ്ചാളൊക്കെ ഇങ്ങനെ അരിഞ്ഞിടുകയാണ്. പിന്നെ പഴംപൊരി ഇതേ പൊരിച്ച് വെച്ചേക്കണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഷമാം ജ്യൂസ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ പഴം പൊരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നായിട്ട് കുറച്ച് നേരം ഖുർആൻ ഓതി പിന്നെ തറാവി നിസ്കരിച്ച് വന്നിട്ട് നമ്മുടെ സ്വന്തം ജീരക കഞ്ഞിയും കുടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.